അന്നത്തെ ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ ആക്സിഡന്റ് സമയത്ത് നിങ്ങൾ ബൈക്ക് ഓടിച്ച സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ഒരു പെഗ് കഴിച്ചു, ഇല്ലാന്ന് പറയുന്നില്ല. ഞാൻ ഉറപ്പായിട്ട് ഒരു പെഗ്ഗേ കഴിച്ചുള്ളൂ, ഒരു 60 അത് കഴിച്ചു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആയിക്കോട്ടെ. നിങ്ങളെ നോക്കാനായിട്ട് ഒരു ഹോം മെയ്ഡ് ഒരു ഹോം നേഴ്സിനെ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കോയമ്പത്തൂർ പോയപ്പോ. കോയമ്പത്തൂർ പോയപ്പോ നിങ്ങൾക്ക് ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നു? ഹോം നേഴ്സ് അല്ല, ഈ ഹോം നേഴ്സ് നിങ്ങളുടെ വീട്ടിലല്ല താമസിച്ചിരുന്നത്? അല്ലല്ല. അല്ല, നിങ്ങളുടെ റൂമിൽ അവർ കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കിടക്കുന്ന ഫോട്ടോ അമ്മായിയും എടുത്തുകൊണ്ട് വന്നതാ. അപ്പോൾ നമ്മുടെ JP അനു അഭിനവ്, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയുമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും. അപ്പോൾ ഒരു 8-10 മാസം മുൻപ് ഇങ്ങർക്കും അതുപോലെ തന്നെ ഇങ്ങരുടെ ഭാര്യയ്ക്കും, അനു എന്നാണ് ഭാര്യയുടെ പേര്, ഇവർക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയുടെ തോളിൽ പൊട്ടുകയും ഭാര്യയ്ക്ക് ഒരു ഓർമ്മയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. തലയിടിച്ചിട്ടാണ് പുള്ളിക്കാരത്തി വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓർമ്മയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാര്യയെ വെച്ച് വീഡിയോ ചെയ്ത് ബ്ലോഗ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന പണം കൊണ്ട് ഇദ്ദേഹം പുട്ടടിച്ചു എന്നുള്ളതാണ്. കാരണം ആ ഒരു വീഡിയോയിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യും. അങ്ങനെ ആളുകളുടെ സഹതാപം തോന്നിയിട്ട് പണം അയച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു 25 ലക്ഷം രൂപയെങ്ങാണ്ട് വന്ന് അത് ഇദ്ദേഹം പുട്ടടിച്ചു എന്നുള്ള കാര്യങ്ങളും ആരോപണങ്ങളുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനു എന്ന് പറയുന്ന, അതായത് ഈ ഭാര്യയുടെ അമ്മയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഭർത്താവ് എന്ന് പറയുന്ന ഇദ്ദേഹവും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. 18 ലക്ഷം രൂപയെങ്ങാണ്ട് അനുവിന്റെ ചികിത്സയ്ക്ക് ചെലവായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി വരുന്ന 25 ബാക്കി വരുന്ന 7 ലക്ഷം രൂപയെങ്ങാണ്ട് അദ്ദേഹത്തിന്റെ കൈക്കും ചെലവായി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വീഡിയോ ആയിട്ട് ലൈവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പണമെല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നത് അനുവിന്റെ ജ്യേഷ്ഠത്തിയാണ് ഈ പണമെല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നതും ATM കാർഡെല്ലാം അവരുടെ കയ്യിലാണെന്നും അപ്പോൾ പണത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവർക്കാണ് അറിയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ വ്യക്തി വന്ന സമയത്ത് അദ്ദേഹം ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ബില്ലോ ഇത്തരത്തിലുള്ള യാതൊരു പ്രൂഫും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം വെറുതെ വന്ന് പറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് അൽത്താഫ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇവരുമായിട്ടൊരു ഇന്റർവ്യൂ കാണാനിടയായി. അപ്പോൾ അതിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ചെലവിനുള്ള പൈസ അതെവിടെ നിന്ന് കിട്ടി, എന്തിനെല്ലാം ചെലവാക്കി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അത് പറയുന്നത് കേട്ടു നോക്കാം മതി, എന്നിട്ട് ബാക്കി. അന്നത്തെ ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ ആക്സിഡന്റ് സമയത്ത് നിങ്ങൾ ബൈക്ക് ഓടിച്ച സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ഒരു പെഗ് കഴിച്ചു, ഇല്ലാന്ന് പറയുന്നില്ല. ഞാൻ ഉറപ്പായിട്ടും ഒരു പെഗ്ഗേ കഴിച്ചുള്ളൂ, ഒരു 60 അത് കഴിച്ചു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനകത്ത് എന്റെ പിന്നെ അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ എന്നിട്ട് ഗൾഫിൽ നിന്ന്, അത് ഞാൻ നാട്ടിൽ നിൽക്കുമ്പോ ഞാൻ അങ്ങനെ മദ്യപിക്കുന്ന ടീമല്ല, എന്റെ വൈഫിന് അറിയാൻ നല്ലപോലെ. ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു ചെറുത് കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പെഗ്ഗെന്ന് പറഞ്ഞാൽ 60 30 അല്ലേ? എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. ഇതിപ്പോ നല്ല കഥ. മദ്യപിച്ചിട്ടാണ് അദ്ദേഹം വന്ന് വാഹനം ഓടിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാകും അപ്പൊ ആ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന്. കഷ്ടം തന്നെ, മദ്യപിച്ച് വാഹനം ഓടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ എന്താല്ലേ. ഒരു ദിവസം നമ്മുടെ ബാങ്ക് ലോൺ എല്ലാം കൂടെ ചേർത്ത് ഒരു ദിവസം ഏതാണ്ട് ഞങ്ങൾ കണക്ക് മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോ 2500 600 അടുപ്പിച്ച് വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അനുവിനെ കാണിച്ചിട്ട് ചേട്ടൻ വീഡിയോ ഇടുന്നു, അതിനിടയിൽ നിങ്ങളുടെ അനുവിനെയും കാണിച്ച് അനുവിന്റെ രോഗവിവരവും കാര്യങ്ങളും എല്ലാം കാണിച്ചൊരു വീഡിയോ ഇട്ടിട്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് കൃത്യമായിട്ട് അനുവിന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് അല്ലാതെ നിങ്ങൾ ഈ EMI അടയ്ക്കാനും അതേപോലെ വീട്ടു ചെലവിനും അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾക്കും എടുക്കുന്നത് ഒരു വലിയ തെറ്റല്ലേ ചേട്ടാ? എന്റെ വേറെ വരുമാനം ഇല്ല. അപ്പൊ അത് വ്യക്തമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോയിൽ, അതായത് ഈ വരുന്ന കാശ് ഞങ്ങൾക്ക് EMI അടയ്ക്കാനും അനുവിന്റെ ചികിത്സയ്ക്കും ഞങ്ങളുടെ ചെലവിനും ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനും ഞങ്ങളുടെ മകനും എല്ലാമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മളതൊന്നും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അത് പറയാനും തെറ്റായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഞാൻ 4,19,000 എഴുതിച്ചിട്ട് അതിനകത്തുനിന്ന് മൈനസ് ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മോളെ 100 രൂപ ചെലവായിട്ടുണ്ട്, അത് എഴുതി വെച്ചാൽ വണ്ടിക്കൂലി എല്ലാം കൂടെ ചേർന്ന് ടോട്ടൽ 100 രൂപ ഓരോ പ്രാവശ്യവും. അതിനകത്തുനിന്ന് അവന്റെ വീടിന് ലോണുണ്ട് ഈ കേരള ബാങ്കിൽ, പറഞ്ഞാൽ കേരള ബാങ്കിൽ ലോണുണ്ട് 6 ലക്ഷം രൂപ. ഈ ആക്സിഡന്റ് ആയതിനു ശേഷം ഓരോ മാസം 10,000 രൂപ വെച്ച് എങ്ങനെ ലോൺ അടച്ചത്? ഈ വന്ന പൈസ അല്ലാതെ എനിക്കിപ്പം കൈ തളർന്നിരിക്കുന്ന, എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. എല്ലാവരും എന്നെ തെറി വിളിക്കുന്നുണ്ട്, നിനക്ക് ചത്തുകൂടാടാ, നിനക്ക് അങ്ങനാടാ ഇങ്ങനാടാന്നൊക്കെ. ഞാൻ ഈ കൈ വേത്ത നിനക്ക് ജോലി ചെയ്ത് ജീവിച്ചുകൂടാന്നൊക്കെ. പക്ഷെ ഇവരറിയുന്നില്ല എന്റെ കൈക്ക് അപകടം പറ്റിയിരിക്കാന്ന് അവരാരും അറിയത്തില്ല. അപ്പൊ ഇതൊന്നും കൂടാതെ അദ്ദേഹത്തിന്റെ ചെലവുകളും കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്, എന്തൊക്കെയുണ്ട് ചെലവുകൾ എന്നുള്ളത്. അപ്പോൾ ബാങ്ക് ലോൺ ഉണ്ട്, അതുപോലെ തന്നെ EMI ഉണ്ട്, അതുപോലെ വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങൾ, ഇതെല്ലാം ഇതിൽ നിന്നാണ് അദ്ദേഹം നോക്കിയിരുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല കേട്ടോ. എനിക്കുള്ളതുപോലെ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ കൈക്ക് സ്വാഭാവികമായിട്ടും കഴിക്ക് വയ്യ എന്നുണ്ടെങ്കിൽ പിന്നീട് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അത് അങ്ങനെ സംഭവിച്ചവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. അപ്പോൾ പണിക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീട്ടിലുള്ള ചെലവുകളും കാര്യങ്ങളും മുന്നോട്ട് പോകണം. ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകണം, EMI ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകണം. സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ഇപ്പോൾ EMI ഉണ്ടാവും, ബാങ്ക് ലോൺ ഉണ്ടാവും. ആ ഒരു അവസ്ഥയാണ് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്നാണ് എനിക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ പേഴ്സണലായിട്ട് പറയാനുള്ളത്.
അപ്പൊ കൂടാതെ ഇന്നിപ്പോ ഇദ്ദേഹത്തെ പറ്റിയിട്ട് തന്നെ വേറൊരു വോയിസ് ക്ലിപ്പ് കൂടി കേൾക്കാനിടയായി. ഏതൊരു വ്യക്തി ഇദ്ദേഹത്തിന് ഫോൺ വിളിച്ച് പറഞ്ഞതാണ്. നമുക്ക് ജസ്റ്റ് കൂടി ഒന്ന് കേട്ടു നോക്കാം. അതിലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ മറ്റേ മദറിലോനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നു. ആയിക്കോട്ടെ. നിങ്ങളെ നോക്കാനായിട്ട് ഒരു ഹോം മെയ്ഡ് ഒരു ഹോം നേഴ്സിനെ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ. കോയമ്പത്തൂർ പോയപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നു? ഹോം നേഴ്സ് ഞാനൊരു ഫാമിലി കൊണ്ട് ഒരു ഫാമിലിയുടെ ഒരു വൈഫാണ്. അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ബാപ്പ അവരുടെ മക്കള് അവരുടെ ചേട്ടത്തി അവരുടെ ചേട്ടത്തിന്റെ ഭർത്താവ് എല്ലാവരും കൂടി ഞങ്ങള് എന്റെ അച്ഛനും അമ്മയും എല്ലാവരും സംസാരിച്ചു. ഹോം നേഴ്സ് നിങ്ങളുടെ വീട്ടിലല്ല താമസിക്കുന്നത്? അല്ല, നിങ്ങളുടെ റൂമിൽ അവർ കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കിടക്കുന്ന ഫോട്ടോ അമ്മായിയും എടുത്തുകൊണ്ട് വന്നത്. ആ കിടക്കുന്ന ഫോട്ടോ ഞങ്ങൾ രണ്ട് ഒരുമിച്ചാണ് കിടക്കുന്നത്. അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. എന്റെ കൂടെ അതോടെ ചേട്ടൻ കേൾക്കണം. എന്റെ കൂടെ എന്റെ അച്ഛന് കണ്ണു വയ്യ. വൈഫിനെ നോക്കാൻ ആളുണ്ട്. എന്റെ അമ്മയുണ്ട്, അവരുടെ അമ്മയുണ്ട്. നിങ്ങളെ നോക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അവിടെ വന്നാൽ നിങ്ങൾ എന്റെ അടുത്ത് കുറച്ച് മുമ്പ് പറഞ്ഞത്. അത് തന്നെയാണ്. നിങ്ങളിപ്പോ ഒരു ഹോം നേഴ്സിനെ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്റെ അടുത്ത് ഹോം നേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാം ചേട്ടൻ. അതെല്ലാം പറഞ്ഞതുകൊണ്ട് സാധാരണ ഹോം നേഴ്സ് വന്നു കഴിഞ്ഞാൽ സ്വന്തം റൂമിലല്ലല്ലോ. ഞാൻ വിചാരിച്ച് ഹോം നേഴ്സിനെ വൈഫിനെ നോക്കാൻ വേണ്ടി നിർത്തിയായിരിക്കും വിചാരിച്ചു. പിന്നീട് അറിയണത് നിങ്ങളെ നോക്കാനാണ് നിർത്തിയെന്ന്. വീട്ടിൽ ഹോം നേഴ്സിനെ നിർത്തിയത് എന്റെ വൈഫിനെ നോക്കാനായിട്ടാണ്. പക്ഷെ ഹോം നേഴ്സ് കിടന്നത് നിങ്ങളുടെ റൂമിലാണല്ലോ അത്. അല്ല ചേട്ടാ, അവര് പറയുന്നത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ. ആ ഫോട്ടോ സഹിതം ആ ഹോം നേഴ്സ് എന്റെ കൂടാണോ കിടന്നത്? നിങ്ങളുടെ കൈ ഇങ്ങനെ പൊക്കി കിടക്കണോ? ആ ഹോം നേഴ്സ് താഴെ ഒരു പാവിരിച്ച് കിടപ്പുണ്ട്. പാവിരിച്ച് കിടക്കുന്നുണ്ടോ? ആ അമ്മായിന്ന് സംശയരോഗം വന്നിട്ട് ഫോട്ടോ എടുത്തതാണ് അവിടെ. ഇതിപ്പോ എന്താ കഥ? ഹോം നേഴ്സിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതും റൂമിൽ വെച്ചിട്ടാണ് അമ്മായിയമ്മ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അല്ലാത്തൊരവസ്ഥ തന്നെ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ റിവൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവന് നേരത്തെ പറയുന്നുണ്ട് അനുവിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. അതിനോട് എൻ്റെ അമ്മയുണ്ട്, അനുവിന്റെ അമ്മയുണ്ട്, ഏട്ടത്തിയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ അത് മാറ്റി പറയുന്നുണ്ട് അനുവിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഹോം നേഴ്സിനെ വെച്ചിട്ടുള്ളതെന്ന്. പറയുന്ന കാര്യത്തിൽ ഒരു സ്ഥിരത ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ കൂടുതലായിട്ട് പുറത്തു വന്നിട്ടില്ല. ആ ഒരു വോയിസ് ക്ലിപ്പിൽ കുറച്ചെങ്ങാണ്ടേ കാര്യങ്ങളുള്ളൂ. മുഴുവനായിട്ട് ഇദ്ദേഹം എന്തെങ്കിലും ഇനി വന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ വല്ല തെളിവുകളും കാര്യങ്ങളും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഇനി ആ ഒരു സ്ത്രീക്ക്, അതായത് ആ ഒരു ഹോം നേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ, ആ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ ആ ഒരു വോയിസ് ക്ലിപ്പിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വ്യക്തമല്ല. അപ്പൊ ഇങ്ങനെ പറയപ്പെടുന്നു. എന്താണോ അതിന്റെ സത്യാവസ്ഥ നമുക്ക് മുഴുവനായിട്ട് അറിയില്ല. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ അതിന്റെ സത്യാവസ്ഥ തെളിയുന്നതായിരിക്കും. അപ്പൊ ഏതായാലും ഇതിനിപ്പോ എവിടം കൊണ്ടുപോയി അവസാനിക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ പറയുന്നു, മറ്റുള്ളവർ കുറെ അധികം തെളിവുകൾ കൊണ്ടുവരുന്നു. ഏതായാലും ഇങ്ങനെയാണെങ്കിൽ അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഹോം നേഴ്സിന് വെച്ച് എന്നുള്ളതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഒന്നും സമ്മതിക്കാതെ പോകുന്നില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദ്യപിച്ചിട്ടുണ്ട്, അതും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇതേ പറ്റിയിട്ട് ഇപ്പൊ എന്ത് പറയുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കണം. ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇവരുടെ കുറെ അധികം കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നേതായാലും അതേ പറ്റിയിട്ട് ഇനി വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഏതായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അത് വിലപ്പെട്ട ഒരു അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾ കമന്റ് ആയിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.